ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം 2 കോഴി മേടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഐറ്റം എന്ത് ചെയ്യാം എന്നാ. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കോഴി ഒന്ന് വെട്ടിയെടുക്കാം. ചെറിയ പീസായിട്ട് വേണം അത് വെട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ പീസായിട്ട്. അപ്പോൾ ഇത് എല്ലോട് കൂടി തന്നെ അത് വെട്ടിയെടുക്കാം. എല്ല് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ ഈ ബിരിയാണി പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും കോഴി ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് മാത്രമേ തരത്തുള്ളൂ. നമ്മളാണ് അത് ആവശ്യത്തിനുള്ള പീസാക്കി വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരു കോഴി നമ്മളിത് ഇതേപോലെ ചെറിയ പീസാക്കി വെട്ടി അടുത്തോടെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 5 കിലോ കോഴിയുണ്ട്. അപ്പോൾ 2 കോഴിക്ക് 800 ഗ്രാം വേസ്റ്റ് പോയിട്ടുണ്ട്. ബാക്കിയാണ് ഈ ഇറച്ചി കൊണ്ടാണ് നമ്മൾ ആ ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വഴിയെന്ന് പറഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരിക എന്നുള്ളത്. നേരെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഒരു പ്രാവശ്യമൊന്നും കഴുകിയാൽ പറ്റുമല്ലോ കേട്ടോ. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വെള്ളമൊക്കെ വാരാൻ വെച്ചിരുന്നതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമ്മൾ ചെമ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്നിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഞങ്ങളുടെ തന്നെ മസാലപ്പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ചുരുട്ടു ഉപ്പ് പൊടിയൊക്കെ ചേർത്ത ശേഷം നമുക്ക് ഒരല്പം കറിവേപ്പില അങ്ങോട്ട് കീറി അങ്ങോട്ട് ഇടാം. നമുക്ക് ഒരല്പം വിനാഗിരിയുടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കാം. നാരങ്ങാ നീരാണെങ്കിലും ചേർക്കാവുന്നതാണ്. ചിക്കൻ ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ അങ്ങോട്ട് ഞെരടി അപ്പോൾ ഇത് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാം. നമുക്കത് ഇത്ര പച്ചക്കറിയുണ്ട്, ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ശേഷമാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ അകത്തത്തെ ഇതം കളയാം. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതേപോലെയാണ് അത് അരിഞ്ഞെടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കാബേജിൻ്റെ പകുതി നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ കാബേജ് കേട്ടോ. അപ്പോൾ ഇത് അത് ഇവിടുന്ന് അരിഞ്ഞെടുക്കും. ഒരു കാബേജിൻ്റെ പകുതി ഇതേപോലെ കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇനി അത് ഈ പാത്രത്തിൻ്റെ സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഉള്ളിത്തണ്ടൂടെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഇത്ര മതി.
അടുപ്പൊന്ന് കത്തിക്കണ്ടേ. അടുപ്പിലിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് മുളക്, ഒരു പിടി കാശ്മീരി മുളക്, 10-12 എരിവുള്ള മുളക്. അപ്പോൾ ഈ മുളകൊക്കെ ചേർക്കുമ്പോഴത്തേക്കും എരിവ് പാകത്തിൽ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ചുമ്മാ വാരി ഇടല്ലേ, ഒരു 10-12 എണ്ണത്തിക്കുള്ളിൽ ഇടണ്ട. മതി. അപ്പോൾ ഇത് ഒത്തിരി നേരം തിളച്ച വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കല്ലേ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഈ നല്ല ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മാത്രം മതി. ഇനി നമുക്കിത് കോരി കിട്ടും. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുളക് ഒന്ന് അരയ്ക്കാനായിട്ടാണ്. നല്ല മഷി പോലെ അറിയത്തില്ലേ, അതേപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ഒരു ഉരുളി ഈ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കും. നമ്മുടെ ഈ ഉരുളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോഴത്തെ ചിക്കനിലൊക്കെ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അവിടെ നിന്ന് ഇളക്കിയിട്ട് ഇനി ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. വൈകുന്നേരം ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് പോകണം. തട്ടുകടയിലൊക്കെ ചിക്കൻ വറുത്ത് കോരുന്നതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയൂടെ ഒന്ന് വാർത്തെടുക്കും. അപ്പോൾ രണ്ടാമത്തെയാണ്, ഒരു ഇടിയിലൂടെ ഉണ്ട്. അപ്പം നമ്മളിത് കുറച്ച് സമയം കൊണ്ട് കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകാൻ വേണ്ട, എന്നാൽ ഫ്രൈ ആവുകയും ചെയ്യും. ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഈ ഉരുളിക്കകത്താണ് അത് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഉരുളി ചൂടായതിന് ശേഷം നമുക്ക് ഇതേന്ന് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. മതി. അപ്പോൾ ഈ ഉരുളിക്കകത്ത് എണ്ണ ചൂടായതിന് ശേഷം ഇതേപോലെ ഒരു 2 പിടി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതങ്ങോട്ട് കേട്ടോ, 2 പിടിയേ ഉള്ളൂ. ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്തതിന് ശേഷം ക്യാപ്സിക്കായും ക്യാബേജും ഉള്ളിത്തണ്ടും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ക്യാപ്സിക്കായും ക്യാബേജും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മുളകാണ്, ആ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്തുള്ള ആ മുളകൂടെ അങ്ങോട്ട് ഒഴിക്കും. ഇത് കുറച്ച് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതായത് ഒരു 3-4 തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് നോക്കി അങ്ങോട്ട് മിക്സിക്കകത്തിട്ട് അരച്ച് വെച്ചായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കാശ്മീരി മുളകാണ് അരച്ച് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല കേട്ടോ, നല്ല കളറ് കിട്ടുമെന്നേ ഉള്ളൂ. മുളകിൻ്റെയും ആ തക്കാളിയുടെ ആ പച്ച ചുവയുണ്ടല്ലോ, അതൊന്ന് മാറണം. അത്ര സമയം ഇളക്കി കൊടുത്ത് ഇതിപ്പോൾ കുറച്ച് സോയാ സോസ്, ഇതൊരു 200 ഗ്രാമിൻ്റെ സോയാ സോസാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂട്ടിട്ടു. മതി. ഇത് പകുതി പോലും ഞാൻ എടുത്തിട്ടില്ല, ഒരു 2 ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ. ഇനി അതൊന്ന് ഇളക്കി ഇതിനകത്തോടെ നമുക്ക് ഒരല്പം, ഇതിന് ഉപ്പ് പൊടി നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം മസാലപ്പൊടിയും കൂടെ മുട്ടിട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി ഇതൊന്നൊരല്പം എടുത്ത് തൊട്ട് നോക്കണം.
ഇപ്പം നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിതിനകത്ത് കുരുമുളക് പൊടി ഇടുന്നില്ല, കാര്യം മുളകൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള എരിവുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇനി നമുക്കിത് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഗ്രേവിക്കകത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നാണെന്നറിയാമോ, നല്ലപോലെ ആവിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കൊതിപ്പിക്കുന്ന ഐറ്റം തന്നെ. ചിക്കനെ കൊണ്ട് നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം, നല്ല ടേസ്റ്റിയാണിത്. തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇതേപോലെ നല്ലപോലെ ആവി ഒന്ന് കയറിയിട്ട്, കാരണം ഈ ചിക്കന് ഈ മസാലയുടെ, അതായത് ഗ്രേവിയുടെ എല്ലാ ടേസ്റ്റ് ചെയ്താൽ പിടിക്കണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് നേരം ഞാൻ ഇരിക്കട്ടത്തിന് അടച്ചു. ഇനി അങ്ങനെ നിർത്താം. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കേട്ടോ. ഇതിപ്പോൾ വേറെ ആരുണ്ട്, ഇതുപോലത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും. എന്നാലും ഈ രീതി ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള കേട്ടോ. പിന്നെ ഈ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടയോ പത്തിരിയോ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു സൈഡായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. ചോറിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും കഴിക്കാം. നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. ഉള്ളി സബോളയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ രീതിയിൽ ഒരു സ്പെഷ്യലായിട്ടൊരു ചിക്കൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രുചികരമായ ഒരു ഐറ്റം കേട്ടോ, ചെയ്ത് നോക്കും. ഇനി ഒരു കാര്യം കൂടെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.